ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 77 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് 78-ാമത്തെ ശ്ലോകം. ഏകോ നൈകഃ സവഃ കഃ കിം യത്തത്പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സലഃ. ഏകോ നൈകഃ സവഃ കഃ കിം യത്തത്പദമനുത്തമം ലോകബന്ധുർലോകനാഥോ മാധവോ ഭക്തവത്സലഃ. ഈ ഒരു ശ്ലോകത്തിൽ ഏകഃ, നൈകഃ, സവഃ, കഃ, കിം, യത്, തത്, പദം, അനുത്തമം, ലോകബന്ധുഃ, ലോകനാഥഃ, മാധവഃ, ഭക്തവത്സലഃ. ഇങ്ങനെ 13 പേരുകളാണ് ഉള്ളത്. എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ പദമനുത്തമം എന്നുള്ളത് ഒരു നാമമായിട്ടാണ് എടുത്തത്. അപ്പൊ 12 നാമാവും. അപ്പൊ പദമനുത്തമം എന്നുള്ളത് ഒന്നായി എടുക്കുകയാണെങ്കിൽ 12, അല്ല ഭിന്നങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ 13. അങ്ങനെ 13 നാമങ്ങളാണുള്ളത്. നമ്മൾ പല സന്ദർഭങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, പല നാമങ്ങളും ഈ സഹസ്രനാമങ്ങളിൽ ആവർത്തിക്കുന്നവയാണ്. ഒരേ നാമം ആവർത്തിക്കുമ്പോൾ ഭിന്നാർത്ഥങ്ങൾ എടുത്താൽ നന്നാവും. അതാണ് ഒരു വിഷയം. ഉദാഹരണം മാധവ ഒക്കെ ആവർത്തിക്കുന്ന ശബ്ദമാണ്. വാസുദേവഃ, വിഷ്ണു, സിംഹഃ, അനലഃ, ഇങ്ങനെ ഒട്ടനേകം നാമങ്ങൾ ആവർത്തിക്കുന്നതാണ്. പിന്നെ മറ്റൊരു വിഷയം ശ്രദ്ധേയമായിട്ടുള്ളത്, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എവിടെ എവിടെ പുല്ലിംഗ പ്രയോഗമുണ്ടോ അവിടെ ഈശ്വരൻ എന്നും, സ്ത്രീലിംഗ പ്രയോഗമുള്ളിടത്തൊക്കെ മായാശക്തി ഈശ്വരി എന്നും, നപുംസക പ്രയോഗമുള്ളിടത്തൊക്കെ ബ്രഹ്മമെന്നും പരബ്രഹ്മമെന്നും അർത്ഥം എടുക്കണം എന്ന്. ഏതായാലും ഈ ഒരു ശ്ലോകത്തിൽ ഏകഃ അതാണ് ആദ്യം പറയുന്നത്. ഏകഃ എന്ന് പറഞ്ഞാൽ ഏകൻ, ഏകമേവ അദ്വിതീയം. ശ്രുതി ആവർത്തിച്ചു പറയും, പരമസത്യം ഏകമാണ്, അദ്വിതീയമാണ്, രണ്ടാമതൊന്നില്ലാത്ത ഏകസ്വരൂപമാണെന്ന്. ഈശ്വരൻ പലതില്ല, സത്യം പലതില്ല. സത്യം ഏകമാണ്, അദ്വിതീയമാണ്. ആ ഏകമായ സത്യ സ്വരൂപനാണ് ഈശ്വരൻ. അതേ സമയത്ത് അനേക ദേവതാഭേദങ്ങളുണ്ട്. ഒരേ ഈശ്വരന്റെ മായികങ്ങളായ വ്യത്യസ്ത ഭാവങ്ങളാണ് വ്യത്യസ്ത ദേവതകൾ. അവയെ നമുക്ക് ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെയും പിന്നിലുള്ള നിയാമക ശക്തികളായിട്ട് മാനിക്കാം ദേവതകളെ. ഇപ്പൊ ദേവതകൾ വിഭിന്നങ്ങളായിരിക്കുമ്പോഴും ഈശ്വരൻ ഏകനാണ്. 2 ഈശ്വരന്മാരുണ്ടാവാൻ തരമില്ല. 2 ഈശ്വരന്മാരുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ
ഒന്നാമനായ ഈശ്വരന്റെ ഈശ്വരത്വം പൂർണ്ണമാവണമെങ്കിൽ അവൻ രണ്ടാമനെ നിയന്ത്രിക്കുന്നു എന്ന് വരണം. രണ്ടാമനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഒന്നാമന് പൂർണ്ണ ഈശ്വരത്വം വരുന്നില്ല. ഇനി രണ്ടാമൻ ഒന്നാമനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് വരികിൽ രണ്ടാമൻ ഈശ്വരനല്ല, അവൻ ഈശനം ചെയ്യപ്പെടുന്നവനാണ്. ഈ ഒരു കേവല യുക്തി മതി ഈശ്വരൻ ഏകനാണെന്ന് മനസ്സിലാക്കാൻ. വേദം ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണെന്ന് ആവർത്തിക്കുകയാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ ഏകമേവ അദ്വിതീയം നേഹ നാനാസ്തി കിഞ്ചന എന്നിങ്ങനെ നിരവധി വാക്യങ്ങളുണ്ട് ശ്രുതിയിൽ. അവയാൽ ബോധിപ്പിക്കപ്പെടുന്ന ഏക സത്യസ്വരൂപൻ ഏകഹ, അതാണ് ഒന്നാമത്തെ നാമം. ഭാഷ്യകാരൻ ഭഗവാൻ പറയുകയാണ്, പരമാർത്ഥതഃ സജാതീയ വിജാതീയ സ്വഗതഭേദ വിനിർമുക്തത്വാദ് ഏകഹ. പരമാർത്ഥത്തിൽ സജാതീയ വിജാതീയ സ്വഗതഭേദങ്ങൾ ഇല്ലാത്തതിനാൽ ഏകൻ. സജാതീയ വിജാതീയ സ്വഗതഭേദങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് ഒരു ശ്ലോക അർത്ഥം ചിന്തിക്കുന്ന സമയത്ത്. എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്, ഒരേ വസ്തുവിലോ വ്യക്തിയിലോ ഒക്കെയുള്ള ഭേദങ്ങളാണ് സ്വഗത ഭേദങ്ങൾ. എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ ചെവിയും എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാനെന്ന് പറയപ്പെടുന്ന ഈ ശരീരത്തിൽ നിലകൊള്ളുന്ന അംഗങ്ങളാണെങ്കിലും ഇവ വേർപെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു മരത്തിലുള്ള ഇലകൾ, പുഷ്പങ്ങൾ, കായകൾ എന്നിവ സ്വഗത ഭേദത്തിന് ഉദാഹരണമാണ്. വൃക്ഷമൊന്നാണ്, അതിൽപ്പെട്ട ഭേദങ്ങളാണ്. ഇനി ഒരു വൃക്ഷവും മറ്റൊരു വൃക്ഷവും തമ്മിലുള്ള ഭേദം, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള ഭേദം, അതൊക്കെ സജാതീയ ഭേദങ്ങളാണ്. ഇനി മനുഷ്യനും പൂച്ചയുമുള്ള ഭേദം, അല്ലെങ്കിൽ കല്ലും മരവുമുള്ള ഭേദം, അത് വിജാതീയ ഭേദമാണ്. ഈ വക ഭേദങ്ങൾ ഇല്ലാത്തത് അഭേദമായത്, അഭിന്നമായത്. അഭിന്നമായത് ഏകമാണ്. അതുകൊണ്ട് ഏകഹാം. അവിടെ ഒരു ശ്രുതി ഉദ്ധരിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ, ഏകമേവാദ്വിതീയം ഇത് ശ്രുതേഹേ. രണ്ടാമതൊന്നില്ലാത്ത ഏകമാണ് സത്യം എന്ന് ശ്രുതി പറയുക. എങ്കിൽ തൊട്ടടുത്ത നാമം നൈകഹ എന്നാണ്. ന ഏകഹ, ഏകനല്ല. പരമാർത്ഥത്തിൽ ഏകസ്വരൂപനാണെങ്കിലും വ്യാവഹാരികമായി മായായുക്തമായ തലത്തിൽ അനേക കോടി രൂപങ്ങളിൽ ഭിന്നങ്ങളായിരിക്കുന്നു. ഈ കാണാകുന്ന എല്ലാം അവിടുത്തെ രൂപങ്ങളാണ്. ആ നിലയ്ക്ക് നൈകഹ, ഇന്നതൊക്കെ ഉള്ളൂ ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞ് ഉപസംഹരിക്കാൻ ആർക്കും സാധ്യമല്ല. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് നൈകഹ. ഭാഷ്യകാരൻ പറയുകയാണ്, മായയാ ബഹുരൂപത്വാത് നൈകഹ. മായായുക്തമായ തലത്തിൽ ബഹുരൂപമാർന്നതായതുകൊണ്ട് നൈകഹ. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈയതേ എന്നുള്ള ശ്രുതി ഉദ്ധരിക്കുകയാണ്. ഇന്ദ്രൻ മായകളെ കൊണ്ട് അനേക രൂപങ്ങളെ പ്രാപിക്കുന്നു. ഒരേ ഇന്ദ്രൻ, ഒരേ പരമാത്മാവ് തൻ്റെ മായാശക്തികളെ കൊണ്ട് പല രൂപങ്ങളെ പ്രാപിക്കുന്നു. അപ്പൊ ഏകനും ഈശ്വരൻ, നൈകനും ഈശ്വരൻ. നൈകൻ എന്ന് പറഞ്ഞാൽ അനേക എന്നും പറയാം. ന ഏകഹ, അതാണ് നൈകഹ. രണ്ടും ഏകൻ. ഏകോ നൈക. സവഹ, അതാണ് അടുത്ത നാമം. സവഹ എന്ന് പറഞ്ഞാൽ സവിക്കുന്നത്, പ്രവഹിക്കുന്നത് എന്നൊരർത്ഥം. ഒഴുകുന്നത്. അപ്പൊ സമ്പൂർണ്ണ ജലരാശിയും ഭഗവാനാണ്. അപ്പൊ സമ്പൂർണ്ണ ജലരാശിയുടെയും രൂപത്തിൽ പ്രവഹിക്കുന്നത് ഭഗവാൻ തന്നെ. സ്രോതസാമസ്മി ജാഹ്നവി, സ്രോതസ്സുകളിൽ ഞാൻ ജാഹ്നവി, ഗംഗാനദിയാകുന്നു എന്നും മറ്റും ഭഗവാൻ പറയുന്നല്ലോ.
ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സോമലത അല്ലെങ്കിൽ സോമരസം വിനിയോഗിക്കപ്പെടുന്ന യാഗങ്ങൾക്ക് ശവങ്ങൾ എന്ന് പറയും. അപ്പൊ മൊത്തം യജ്ഞങ്ങൾ ദേവപൂജാപരമായിട്ടുള്ളതൊക്കെ യജ്ഞങ്ങളാണ്. ആ യജ്ഞങ്ങളിൽ തന്നെ വൈദികമായി അഗ്നിഹോത്രം അടങ്ങുന്ന വൈദികമായവയാണ് യാഗങ്ങൾ. യാഗവിശേഷങ്ങളിൽ സോമരസം വിനിയോഗിക്കുന്ന യാഗങ്ങൾക്കാണ് ശവങ്ങൾ എന്ന് പറയുക. അത്തരം യാഗം ഭഗവത് സ്വരൂപം തന്നെ എന്നതിനാൽ ഭഗവാന്റെ പേര് ശവഹ. ഭാഷ്യകാരൻ പറയാണ്, സോമോ എത്ര അഭിസൂയതേ സഹ അധ്വരഃ ശവഹ. സോമരസം വിനിയോഗിക്കപ്പെടുന്ന അധ്വരത്തിന്, യാഗത്തിന് പറയുന്ന പേരാണ് ശവഹ എന്ന്. അടുത്തത് കഹ. കഹ കഹ എന്ന് പ്രാഥമികമായി പറയുമ്പോൾ ആര് എന്ന ചോദ്യമാണ്. ആര്? കിം ശബ്ദത്തിന്റെ പുല്ലിംഗ പ്രഥമ ഏകവചന രൂപമാണ് കഹ. ആര്? ആരാണ് സത്യമായിട്ടുള്ളത്? അഥവാ ഈ കാണുന്നതൊക്കെ ആരാണ് എന്ന ചോദ്യം മാനവികമായ ജിജ്ഞാസയുടെ ആദിമമായ ചോദ്യമാണ്. അതിന് മറുപടി ഈശ്വരനാണ്. ഈശ്വരൻ എന്നുള്ളതാണ് മറുപടി. ഈശ്വരൻ എന്ന മറുപടിയിലേക്ക് എത്തിക്കുന്ന ചോദ്യമാണ് കഹ. അതുകൊണ്ട് അത് ഭഗവാന്റെ പേരാണ്. അല്ലെങ്കിൽ ക എന്ന് വൈദികമായിട്ട് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. വേദത്തിൽ ക ശബ്ദാർത്ഥം ബ്രഹ്മാവെന്നാണ്. അപ്പൊ ബ്രഹ്മാവ് തന്നെ ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാവിന്റെ പേര് പറഞ്ഞു കഹ. ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നു, ക ശബ്ദഃ സുഖവാചകഃ തേന സ്തൂയതേ ഇതി കഹ കം ബ്രഹ്മ ഇതി ശ്രുതേഹേ. ക എന്ന് പറഞ്ഞാൽ സുഖാത്മകമാണ്, സുഖമാണ്. സുഖവാചകത്താൽ സ്തുതിക്കപ്പെടുന്നത് കൊണ്ട് ബ്രഹ്മവും ക തന്നെ. ഇപ്പൊ സുഖ സ്വരൂപമായത് ക, ബ്രഹ്മാവ് ക, ആര് എന്ന പ്രശ്നം ക. അങ്ങനെ മൂന്ന് തരത്തിലും നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. കഹ. ഇവിടെ കഹ കഴിഞ്ഞ ഉടനെ കിം ആണ് വരുന്നത്. കിം. കിം എന്നുള്ളത് കിം ശബ്ദം തന്നെയാണ്. അപ്പൊ കിം ശബ്ദത്തിന് എങ്ങനെ കിം എന്ന് തന്നെ പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ അത് നപുംസകലിംഗ പ്രയോഗമാണ്. കിം. കിം എന്നുള്ളതിന്റെ പുല്ലിംഗ പ്രയോഗം കഹ, സ്ത്രീലിംഗ പ്രയോഗം കാ. അപ്പൊ അങ്ങനെ വരുമ്പോ നപുംസകലിംഗ പ്രയോഗമാണ് കിം എന്നുള്ളത്. എന്ത് എന്നർത്ഥം. എന്ത്? പരമമായ സത്യത്തെ അന്വേഷിക്കുന്ന സാധകൻ കഹ, ആര് എന്ന് ചോദിക്കുന്നു, കിം, എന്ത് എന്ന് ചോദിക്കുന്നു. എന്താണ് സത്യമായത്? എന്താണ് ആത്യന്തികമായ സത്യം? ഈ കിം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ബ്രഹ്മമെന്ന്. അത് കഹ എന്ന ചോദ്യത്തിന് ഉത്തരം ഈശ്വരൻ എന്നാണെങ്കിൽ ഈശ്വരന്റെ ലക്ഷ്യാർത്ഥമാണ് ബ്രഹ്മമെന്ന്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കിം എന്നുള്ളത് ഈശ്വരൻ തന്നെ, ബ്രഹ്മം തന്നെ. നപുംസക പ്രയോഗമായതുകൊണ്ട് ബ്രഹ്മമാണ്. ഇവിടെ മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, കിം ശബ്ദത്തിന്റെ പ്രഥമാരൂപമാണ് ക എന്നുള്ളത് കൊണ്ട് അതിന്റെ ചതുർത്ഥി രൂപം നാമാവലി ചെയ്യുമ്പോൾ നമ്മൾ കിം ശബ്ദ രൂപത്തിന് ചതുർത്ഥി ചെയ്യുന്നത് പോലെ കസ്മൈ എന്ന് പ്രയോഗിക്കാൻ വിഷമാണ്.
അവിടെ കഹ എന്നുള്ളത് എടുത്തിട്ട് അതിന്റെ ചതുർത്ഥിയാക്കിയിട്ട് കായ എന്നെടുക്കണം. കിം എന്നുള്ളതിനാകട്ടെ കസ്മൈ എന്നെടുക്കണം ചതുർത്ഥിയിൽ. കിം ശബ്ദത്തിന്റെ ചതുർത്ഥി ഏകവചന രൂപം കസ്മൈ എന്നാണ്. അപ്പൊ അങ്ങനെ എടുക്കണം. ഓം കസ്മൈ നമ എന്നെടുക്കണം. കഹ എന്നുള്ളതിനാകട്ടെ ഓം കായ നമ എന്നെടുക്കേണ്ടി വരും. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഇപ്പൊ കഹ കിം എന്ത്. ഭാഷ്യകാരൻ പറയാണ് സർവപുരുഷാർത്ഥ രൂപത്വാത് ബ്രഹ്മൈവ വിചാര്യമിതി ബ്രഹ്മ കിം. സർവപുരുഷാർത്ഥപ്രദമായ രൂപമാണെന്നത് കൊണ്ട് ബ്രഹ്മം വിചാര്യമാണ്, വിചാരം ചെയ്യപ്പെടേണ്ടതാണ്, സത്യസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് ചിന്തിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വിചാരം ചെയ്യപ്പെടുമ്പോഴുള്ള ചോദ്യമാണ് കിം എന്ത് എന്നുള്ളത്. അതുകൊണ്ട് കിം എന്ന് നാമം. തുടർന്ന് യത്, യാതൊന്ന്. യത് യാതൊന്ന്. യാതൊന്ന് എന്നുള്ളത് എപ്പോഴും നമ്മൾ മറ്റൊന്നിനെ ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ്. ഒന്നുകൂടി സ്പഷ്ടമാക്കിയാൽ, യാതൊന്നാണോ ഈ കാണാകുന്നതെല്ലാമായി തീർന്നിട്ടുള്ളത് അത് ഈശ്വരൻ, അത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ യത് എന്ന് പ്രയോഗിക്കാം. യാതൊന്ന്. അതും നപുംസകലിംഗത്തിലാണ്. പുല്ലിംഗം പ്രഥമ ഏകവചനം യഹ എന്നാ വരിക. സ്ത്രീലിംഗാണെങ്കിൽ യാന്ന് വരും. ഇപ്പൊ നപുംസകമാണ്. നപുംസക പ്രയോഗം കാണുന്നിടത്തൊക്കെ ബ്രഹ്മം എന്ന അർത്ഥം എടുക്കണം. ഇപ്പൊ യാതൊന്നാണോ പരമമായ സത്യം അത്, അതാണ് യത്. അവിടെ ചതുർത്ഥിയിലേക്ക് ആക്കുമ്പോ യസ്മൈ എന്ന് വരുന്നു മനസ്സിലാക്കുക. തത് അത്, തത് അത്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ യത് തത് എന്നുള്ളവയെ ചേർത്ത് ഒരു നാമമായിട്ടും എടുക്കാം. എത്തത് എന്നെടുക്കാം, യാതൊന്നോ അത് എന്ന്. എന്നാൽ ഇവിടെ രണ്ട് ശബ്ദങ്ങളായി എടുക്കുന്നതാണ് സുഖം. അതുകൊണ്ട് ഭാഷ്യകാരൻ ഭഗവാൻ പറഞ്ഞു തരും, യത് ശബ്ദേന സ്വതസിദ്ധ വസ്തുദ്ദേശവാചിന ബ്രഹ്മ നിർദ്ദിശ്യതേതി ബ്രഹ്മ യത്. യത് ശബ്ദത്താൽ സ്വതസിദ്ധമായ വസ്തുവെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാണ് യത്. യാതൊരതുണ്ടോ അത്, യാതൊന്നുണ്ടോ അത്, അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അതിനെ നിർദ്ധാരണം ചെയ്യാനാണ് യത് ശബ്ദം എപ്പോഴും ഉപയോഗിക്കുക. കിം എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്തു ആവാം. എന്നാൽ യത് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ നമ്മളാൽ അറിയപ്പെടുന്നതായിട്ടോ ഉള്ള ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിയിട്ടാണ് യത് പറയുക. യാതൊന്നോ അത് എന്ന്. അങ്ങനെയുള്ള സ്വതസിദ്ധമായ വസ്തു അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന യത് ശബ്ദത്താൽ ബ്രഹ്മം നിർദ്ദേശിക്കപ്പെടുന്നു. സമർത്ഥകമായി ഭഗവാൻ ഭാഷ്യകാരൻ യതോവാ ഇമാനി ഭൂതാനി ജായന്തേ എന്ന ശ്രുതി ഉദ്ധരിക്കുന്നു. എവിടെ നിന്നാണോ ഈ കണ്ട ജീവജാലങ്ങളെല്ലാം ജനിക്കുന്നത് അതാണ് ബ്രഹ്മമെന്ന്. യത് തത്, തതെന്ന് പറയുമ്പോൾ തത് അത്. ഇപ്പൊ സാമാന്യ ലൗകിക ഭാഷയിൽ തതെന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. എന്നാൽ ഔപനിഷദമായ ഭാഷയിൽ തതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം. ഈ ജഗത്തിന്റെ മുഴുവൻ ഉപാദാന കാരണവും നിമിത്ത കാരണവുമായി നിലകൊള്ളുന്ന പരമസത്യത്തെയാണ് തതെന്ന് പറയുക, ബ്രഹ്മം എന്നർത്ഥം. അതാണ് തത്വമസി, അത് നീയാകുന്നു. ഗീതയിൽ ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. ഓം തത് സത് എന്നിങ്ങനെ 3 പ്രകാരത്തിൽ ബ്രഹ്മനിർദ്ദേശം ചെയ്യാം എന്ന്. ഇപ്പൊ തത് ഭാഷ്യകാരൻ പറയാണ്,
തനോതീതി ബ്രഹ്മ തത്. തനോതീതി തത്. തനോതി എന്ന് പറയുമ്പോൾ വിപുലീകരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിപുലമാക്കി തീർക്കുന്നത് ഏതൊരു പരമസത്യമാണോ അതാണ് തത്. തനോതീതി തത്. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ഇത് ഭഗവത് വചനാത്. തുടർന്ന് പദം. പദം പദം എന്ന് പറഞ്ഞാൽ അനേക അർത്ഥങ്ങളുണ്ട്. പദം സാമാന്യമായിട്ട് യാതൊന്നിനെ കൊണ്ട് നമ്മൾ ചലിക്കുന്നുവോ ചരിക്കുന്നുവോ അതാണ് പദം. കാല് എന്നർത്ഥം. കാല് എന്നുള്ളതിനേക്കാൾ കാലിന്റെ പാദം. പാദം തന്നെയാണ് പദം. മറ്റൊരു പദശബ്ദാർത്ഥം ശ്ലോകങ്ങളിലും മറ്റും പദങ്ങൾ പാദങ്ങളുണ്ട്, അത് പറയാം. പിന്നെ വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങളും അക്ഷരങ്ങൾ ചേർന്ന് പദങ്ങളും പദങ്ങൾ ചേർന്ന് വാക്യം. ആ വാക്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ സംസാരത്തിന്റെ അടിസ്ഥാന ഘടകം പദമാണ്. നാമം എന്നൊക്കെ പറയാം. ഇനി പ്രാപിക്കപ്പെടുന്നത് പദം. എന്തിനെയാണോ പ്രാപിക്കുന്നത്, എന്തിനെ പ്രാപിച്ചാലാണോ പരമമായ മുക്തിയുള്ളത്, അത് പദം. അടുത്തത് അനുത്തമം. അനുത്തമം വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അതിനേക്കാൾ കവിഞ്ഞ് ഉത്തമമായി മറ്റൊന്നില്ലാത്തത്, സർവോത്കൃഷ്ടമായത്, സർവോത്തമമായതാണ് അനുത്തമം. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പദം അനുത്തമം എന്നുള്ളതിനെ ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത്. പദ്യതേ ഗമ്യതേ മുമുക്ഷുഭീരിതി പദം. മുമുക്ഷുക്കളാൽ പ്രാപിക്കപ്പെടുന്നത് പദം. യസ്മാത് ഉത്കൃഷ്ടം നാസ്തി തത് അനുത്തമം. യാതൊന്നിനേക്കാൾ ഉപരി മറ്റൊന്നില്ലയോ അത് അനുത്തമം. സവിശേഷണം ഏകം നാമ. അത് വിശേഷണത്തോടു കൂടിയ ഒറ്റ പേരാണ് പദം അനുത്തമം എന്ന് ഭാഷ്യകാരൻ പറയുകയാണ്. നമുക്ക് രണ്ടായിട്ട് എടുക്കാനും വിരോധമില്ല, രണ്ട് രീതിയിലും എടുക്കാം. ലോകബന്ധു, ലോകത്തിന് മുഴുവൻ ബന്ധുവായവൻ. ലോകത്തിന് മുഴുവൻ ബന്ധുവായവൻ. സുഖത്തിലും ദുഃഖത്തിലും മാനത്തിലും അപമാനത്തിലും എന്ന് വേണ്ട, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മോട് ചേർന്നിരിക്കുന്നവനാണ് ഈശ്വരൻ എന്നതുകൊണ്ട് സർവ്വലോകത്തിൻ്റെയും ബന്ധുവാണ് ഈശ്വരൻ. സുഹൃത്ത് എന്നൊക്കെ പ്രയോഗിക്കപ്പെട്ടത് ശ്രദ്ധിക്കുക. ആധാരഭൂതേ അസ്മിൻ സകല ലോകാഹ ബധ്യന്തെ ഇതി ലോകാനാം ബന്ധുഹു. ഭാഷ്യകാരൻ പറയാണ്, ആധാരഭൂതമായ യാതൊരു സത്യത്തിലാണോ സകല ലോകങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ലോകബന്ധു. അഥവാ ലോകാനാം ജനകത്വാത് ജനകോപമഹാബന്ധു നാസ്തി ദിവ. ലോകങ്ങളുടെ മുഴുവൻ പിതാവായതുകൊണ്ട്, ലോകങ്ങളുടെ മുഴുവൻ പിതാവ് ഈശ്വരനാണ്, പിതാവിന് തുല്യം മറ്റൊരു ബന്ധുവില്ല, അതുകൊണ്ട് ലോകബന്ധു. മറ്റൊരർത്ഥം പറയാണ്, ലോകാനാം ബന്ധുകൃത്യം ഹിതാഹിതോപദേശം ശ്രുതിസ്മൃതി ലക്ഷണം കൃതവാനിതിവാ ലോകബന്ധു. ബന്ധു എപ്പോഴും നമുക്ക് ഹിതാഹിതോപദേശം ചെയ്യുന്നവനാണല്ലോ. ജീവിതത്തിൽ വേണ്ടതും വേണ്ടാത്തതും നല്ലതും ചീത്തയും തിരിച്ചു പറഞ്ഞു തരുന്ന ആളാണല്ലോ ബന്ധു. ഇപ്പൊ ലോകത്തിന് മുഴുവൻ ഹിതാഹിതോപദേശമാകുന്ന ശാസ്ത്രത്തെ നൽകുന്നവനാരോ അവൻ ലോകബന്ധു. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ ഭാഷ്യകാരൻ പറഞ്ഞു തരികയാണ്. നല്ലപോലെ വിചാരം ചെയ്യാം. ലോകബന്ധു, ലോകനാഥ, ലോകത്തിന് മുഴുവൻ നാഥനായവൻ. ലോകത്തിന് മുഴുവൻ എന്ന് പറഞ്ഞാൽ സമസ്ത ലോകങ്ങൾക്കും ലോകത്തിൽ നിവസിക്കുന്നവർക്കും നാഥനായിട്ടുള്ളവൻ, രക്ഷകനായിട്ടുള്ളവൻ, യജമാനനായിട്ടുള്ളവൻ ലോകനാഥ, ഈശ്വരൻ എന്നർത്ഥം. ലോകൈഹി നാഥ്യതേ യാച്യതേ ലോകാൻ ഉപതപതി ആശാസ്തേ ലോകാനാം ഈഷ്ടേ ഇതിവ ലോകനാഥ. ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം,
ലോകത്തിലുള്ള എല്ലാവരാലും യാചിക്കപ്പെടുന്നവനാരോ അവൻ ലോകനാഥൻ. യാച്യത്തെ നാഥ്യത്തെ ഇതി നാഥ. യാചിക്കപ്പെടുന്നവനാരോ അവൻ. അപ്പോൾ പുരുഷാർത്ഥ പ്രാപ്തിക്കായിക്കൊണ്ട് ലോകര് മുഴുവൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവനാണ് ലോകനാഥൻ. അഥവാ ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാരോ അവൻ ലോകനാഥൻ. തുടർന്ന് മാധവ. മാധവൻ എന്നുള്ളതിന് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. മായയുടെ ലക്ഷ്മിയുടെ പതി, മായയുടെ പതി, ഐശ്വര്യങ്ങളുടെ മുഴുവൻ നാഥൻ എന്നിങ്ങനെ അനേകാർത്ഥങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ ഭാഷ്യകാരൻ കാണിക്കുന്നത് മധുകുലെ ജാതത്വാത് മാധവ, മധുകുലത്തിൽ ജനിച്ചത് കൊണ്ട് മാധവൻ. അതുപോലെ ഭക്തവത്സല, ഭക്തന്മാരെ അങ്ങേയറ്റം വത്സലഭാവത്തിൽ കാണുന്നവൻ ആരോ അവൻ ഭക്തവത്സല. അഥവാ ഭക്തന്മാർക്ക് വത്സലനായവൻ ആരോ അവൻ ഭക്തവത്സല. ഭക്തന്മാർ ആർക്ക് വത്സലന്മാരോ അവൻ ഭക്തവത്സല. ഇങ്ങനെ അർത്ഥങ്ങൾ ചിന്തിക്കുക. ഭഗവാൻ ഭാഷ്യകാരൻ പറയാണ് ഭക്തസ്നേഹവാൻ ഭക്തവത്സല, ഭക്തന്മാരോട് സ്നേഹത്തോടൊത്തവൻ. ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ഏകഃ നൈകഃ സവഃ കഃ കിം യത് തത് പദം അനുത്തമം ലോകബന്ധുഃ ലോകനാഥഃ മാധവഃ ഭക്തവത്സലഃ. ഇങ്ങനെ 13 പേരുകളാണ്. അഥവാ പദമനുത്തമം എന്നുള്ളതിനെ ഒന്നിച്ചെടുത്താൽ 12 പേരുകളാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.